ഉണ്ടാക്കാവുന്ന പിള്ളേർക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയല്ലോ. രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇത് സത്യത്തിൽ എൻ്റെ ഒരു ഓസ്ട്രേലിയൻ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഡ്യൂട്ടിക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അവൾ എനിക്ക് എഴുതി തന്നതാണ് പേപ്പറിൽ. ഇതുണ്ട് ഇങ്ങനെയാണെന്ന്. അപ്പം ഞങ്ങൾ ഈ വീക്കെൻഡിൽ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചാൽ ഇത്, അതായത് ഇത് ഡ്രൈ കോക്കനട്ട് പൗഡർ, അതായത് ഡെസിക്രേറ്റഡ് കോക്കനട്ട് എന്ന് പറയും. പിന്നെ നമുക്ക് വേണ്ടത് കണ്ടൻസ് മിൽക്ക്, അതായത് 250 ഗ്രാം കോക്കനട്ടിന് ഒരു ക്യാൻ കണ്ടൻസ് മിൽക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇതൊരു 500 ഉണ്ട്, അവൾ 250 നേരത്തെ, അപ്പോൾ ഇത് 500 ഉണ്ട് 2. അപ്പോൾ നമ്മൾ ഇത് വെച്ച് ഉണ്ടാക്കാം. ഇതും കൂടെ മിക്സ് ചെയ്യുക, ബോളാക്കുക, അവനിൽ തട്ടി ബേക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മുടെ അസിസ്റ്റൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഹാഫ് ഇട്ടിട്ട് നമുക്ക് എന്നിട്ട് ബാക്കി അല്ലെങ്കിൽ എല്ലാം കൂടെ mix it properly. Yeah, that's enough. Yeah. This is good. അതൊഴിക്കടാ. Put in. Nice. It kind of feels like an experiment, but it's not actually. That's a lot. I don't even think we need 2. Yeah. Amma, do we need 2? Yeah. നമുക്ക് 2 വേണം. അതായത് ഇവർക്ക് ഇത് ഒഴിക്കുമ്പോൾ ഇത് ലിക്വിഡ് ഇങ്ങനെ വീണ് കഴിയുമ്പോഴേക്കും ഇത് ഇളക്കുന്ന ഒരു ഫീലിംഗ് ഇതുണ്ട്. ഇങ്ങനെ മെൽറ്റായിട്ട് ആ കണ്ടൻസ് മിൽക്കിലേക്ക് കോക്കനട്ട് ചേരുമ്പോൾ ഉള്ള ആ ഒരു സുഖമുണ്ട്. അത് ഇളക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ കേട്ടോ. അവരത് പറയുന്ന എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന പോലെ ഉണ്ടെന്ന്. എനിവേ നമ്മുടെ എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയത്. അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. ടേസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം എന്നാന്ന് വെച്ചാൽ കണ്ടൻസ് മിൽക്കല്ലേ, മധുരമാണെന്നറിയാലോ, അതുകൊണ്ട് തിന്നാൻ ഏത് പിള്ളേർക്ക് കണ്ടൻസ് മിൽക്ക് ഇഷ്ടമില്ലാതെ. എനിവേ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പൗഡറും കൂടെ മിക്സ് ചെയ്തു. മിക്സ് ചെയ്യാൻ ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി. എനിവേ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഉണ്ട ഉരുട്ടലായി കേട്ടോ. ഉണ്ട ഉരുട്ടുക എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യില്ല, കയ്യിലൊക്കെ ഇച്ചിരി ഒട്ടിപ്പിടിക്കും, എങ്കിലും ഉണ്ട ഉരുട്ടി അങ്ങ് വെക്കുക. അതാണ് പരിപാടി ഇനി നടത്തത്. എൻ്റെ അസിസ്റ്റന്റ് ഷെഫ് ഒരാളുണ്ടായിരുന്നു, ഒരാൾ അങ്ങോട്ട് പോയി ഓടി ഇടയ്ക്ക്. That's why so the other cameraman is different. നീ ഉണ്ടാക്ക് വേഗം ഉണ്ടാക്ക്, വേഗം പണി തീർക്ക്. ചെറുതൊക്കെ വലുതായി പോകും. And then leave the okay. Okay. Spider-Man cook ചെയ്യാൻ അറിയാമോ? I thought only Spider-Man know how to do web. Amma, he's a 15-year-old kid. Ning 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 ning. Show us how you stick my bae. Look at my hands. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഉണ്ട ഉരുട്ടി വെച്ചു. ഇത് ഇച്ചിരി പാടായിരുന്നു കേട്ടോ, ഉണ്ട ഉരുട്ടല് കയ്യിലൊക്കെ ഇച്ചിരി ഒട്ടിപ്പിടിച്ചു. എന്നാലും സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 180 ഡിഗ്രിയിൽ 16 മിനിറ്റ് ബേക്ക് ചെയ്യാം. അപ്പോൾ 180 ഡിഗ്രി ആകാൻ വേണ്ടി നമ്മളത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് വെക്കാം. സിമ്പിൾ. നമ്മളിത് ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാക്കിയത്. അതുകൊണ്ട് അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അതിൻ്റെ വാതിക്കൽ തന്നെ നോക്കി നിന്ന് കുറച്ച് സമയം ഇത് പൊങ്ങി വരുന്ന കാണാൻ. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് 15 മിനിറ്റ് എടുത്തല്ലോ കേട്ടോ. നോക്കി നിൽക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. നന്നായിട്ട് പൊങ്ങി വരും. ഇതിപ്പോൾ പൊങ്ങി വരുന്നതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എനിക്ക് നമ്മൾ പൊങ്ങി വരാൻ വേണ്ടി ബേക്കിംഗ് സോഡയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇത് നല്ല പഫ്ഡപ്പായിട്ട് ഇങ്ങനെ പൊങ്ങി വരും. എന്നിട്ട് ബിസ്ക്കറ്റ് പോലെ അതിനെ കടിക്കുമ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ സെയിം വെർഷൻ നമ്മുടെ വുള്ളീസിലും കോൾസിലൊക്കെ ആക്ച്വലി വാങ്ങിക്കാൻ കിട്ടും. കോക്കനട്ട് കുക്കി എന്നാണ് കേട്ടോ അതിന് പറയുന്നത്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സെയിം സംഭവം. പക്ഷേ ഇത് ഇത്ര സിമ്പിളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, നമ്മുടെ കോക്കനട്ട് കുക്കി ഇത് ഇത്ര 2 ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ടുണ്ടാക്കിയ ഒരു കുക്കിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അല്ലേ? അത്ര സിമ്പിളാണ്, അത്ര ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ക്രഞ്ചി, നല്ല മധുരം, നല്ല
ഇതെങ്ങനെ പഫ്ഡപ്പായി വരുന്നേ? And look how big it. Look how much we got. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചു കേട്ടോ. ഒട്ടും നഷ്ടമാകില്ല. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെയും നിങ്ങൾ ഉണ്ടാക്കും. ഡെഫിനറ്റ്ലി നോക്കിയാൽ എന്ത് രസമാണ് കാണാനും തന്നെ. തേങ്ങ കൊണ്ടുള്ള പലഹാരം ഇഷ്ടപ്പെടുന്നവർ അതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല സാധനമാണ്. ഇപ്പം മധുരം അധികം താല്പര്യമില്ലാത്ത ആൾക്കാർക്ക് മധുരം കുറഞ്ഞ കണ്ടൻസ് മിൽക്കുണ്ട്, അത് യൂസ് ചെയ്യാം. പക്ഷെ ഒത്തിരി കടും മധുരമൊന്നുമില്ല. ഒരു സ്വീറ്റ് ആകുമ്പോൾ ഇച്ചിരി മധുരമൊക്കെ വേണമല്ലോ. സൂപ്പർ സാധനം കേട്ടോ. ട്രൈ